ഗുഡ് മോർണിംഗ് ഡിയർ സ്റ്റുഡൻസ്. നമ്മൾ ഡിസ്കസ് ചെയ്തുകൊണ്ടിരിക്കുന്നത് എക്കണോമിക്സിൻ്റെ ഭാഗമാണ്. സാമ്പത്തിക ശാസ്ത്രം, ഡെഫിനീഷൻസ് ആൻഡ് മാക്രോ എക്കണോമിക്സ് ആൻഡ് മൈക്രോ എക്കണോമിക്സ്, ക്യാരക്ടറിസ്റ്റിക് ഓഫ് എക്കണോമിക്സ്, അങ്ങനെയുള്ള സാമ്പത്തിക ശാസ്ത്രകാരന്മാർ പറയുന്ന അഭിപ്രായങ്ങളും ഡെഫിനീഷൻസും അതിലുള്ള മൈക്രോ, മാക്രോ, ഡിമാൻഡ്, സപ്ലൈ കർവ്, എക്വിലിബ്രിയം എല്ലാം നമ്മൾ ഡിസ്കസ് ചെയ്തുകൊണ്ട് നമ്മൾ എവിടെ എത്തി? ലാസ്റ്റ് കോഴ്സ് ഓഫ് മൊണോപ്പൊളി എന്ന് പറഞ്ഞൊരു കണ്ടീഷൻ. മൊണോപ്പൊളി എന്ന് പറഞ്ഞൊരു മാർക്കറ്റിൻ്റെ ഇമ്പോർട്ടൻസും മൊണോപ്പൊളിസ്റ്റ് കണ്ടീഷൻ്റെ പ്രത്യേകതകളും ഡെഫിനീഷൻസും വൺ സെല്ലർ ഓർ വൺ ഇൻഡിവിജ്വൽ എന്നൊക്കെ പറഞ്ഞു. അവർ അതിൻ്റേതായ ക്യാരക്ടറിസ്റ്റിക്സും അവരെന്താണ് മാർക്കറ്റിലേക്ക് മാർക്കറ്റുമായിട്ട് എങ്ങനെയാണ് റിലേഷൻസ്, എല്ലാ കാര്യങ്ങളും ഡിസ്കസ് ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരു ഭാഗമാണ് ഇത്. ഓക്കെ, കോസസ് ഓഫ് മൊണോപ്പൊളി. ഇതിൽ നാച്ചുറൽ കോസസ്, ടെക്നിക്കൽ കോസസ്, ലീഗൽ കോസസ്, ലാർജ് എമൗണ്ട് ഓഫ് ക്യാപിറ്റൽ കോസസ്, സ്റ്റേറ്റ് കോസസ്. ഇതിൽ ഓരോന്നിനും ഓരോ എസ്എ ക്വസ്റ്റ്യൻ മോഡലിൽ വരും. അത്രയും ഇമ്പോർട്ടൻസ് പോയിൻറ്റ്സ് ആണ് കോസസ് ഓഫ് മൊണോപ്പൊളി. അതായത് മൊണോപ്പൊളിസ്റ്റിക് കണ്ടീഷൻ ഉണ്ടാവണമെങ്കിൽ എന്തായിരിക്കും കാരണം ഉണ്ടാവുക? അതിൽ നാച്ചുറൽ കോസസ് ഉണ്ട്, ടെക്നിക്കൽ കോസസ് ഉണ്ട്. നമ്മൾ പറഞ്ഞാൽ നാച്ചുറൽ കോസസ് എന്താവാം? എ മൊണോപ്പൊളി മേ ബി അറൈസ് ഓൺ അക്കൗണ്ട് ഓഫ് സം നാച്ചുറൽ കോസസ്. ഓക്കെ, എന്തായാലും ഒരു മൊണോപ്പൊളി അറൈസസ് ആയി വരുമ്പോൾ അതിന് എന്തായാലും അതിൻ്റെ ബാക്ക്ഗ്രൗണ്ടിൽ എന്തുണ്ടാവും? ഒരു നാച്ചുറൽ മൊണോപ്പൊളിസ്റ്റിക് ഒരു പ്രശ്നം, ഒരു ഇതുണ്ടാവും. ഓക്കെ, അതായത് സം മിനറൽസ് ആർ അവൈലബിൾ ഓൺലി ദ സർട്ടൺ റീജിയൻസ്. നമുക്കറിയാം ചില പ്രദേശത്ത് ചില മിനറൽസ് മീൻസ് റിസോഴ്സസിലെ ചില വിഭവങ്ങൾ ചില പ്രദേശത്ത് കൂടുതലാവാം. അതായത് ആ പ്രദേശത്തിൻ്റെ ഇമ്പോർട്ടൻസ് ആണ്. സം മിനറൽസ് ആർ അവൈലബിൾ ഓൺലി ഇൻ സർട്ടൺ റീജിയൻസ് അല്ലേ. ഓൺലി, അതായത് പെട്രോളൊക്കെ ഗൾഫിലൊക്കെ പെട്രോൾ മരുഭൂമിൻ്റെ അവിടെയൊക്കെ ഗൾഫിൽ നമ്മൾ പറയാം പെട്രോൾ കുഴിച്ചെടുക്കലുണ്ട് എന്നൊക്കെ പറയാം. അതേപോലെ ചില സ്ഥലത്ത് ചില ഘടകങ്ങൾ റിസോഴ്സസ് എന്താണ് അവൈലബിൾ ആണ്, കൂടുതൽ അവൈലബിൾ ആണ്. ഫോർ എക്സാമ്പിൾ സൗത്ത് ആഫ്രിക്ക ഹാസ് ദ മൊണോപ്പൊളി ഓഫ് ഡയമണ്ട്സ്. അതിന് എക്സാമ്പിൾ പറഞ്ഞു. അപ്പോൾ നിങ്ങൾ സുഖമായിട്ട് മാർക്ക് വാങ്ങാൻ പറ്റുന്ന ഒരു ഏരിയയാണ് കോസ് ഓഫ് മൊണോപ്പൊളി. ഫസ്റ്റ് നാച്ചുറൽ കോസസ് ആണ് നമ്മൾ പറയുന്നത്. നാച്ചുറൽ കോസസ് എന്ന് പറയുമ്പോൾ പ്രകൃതിപരമായിട്ട് എന്തായിരിക്കും കാരണങ്ങൾ നമുക്ക് ഊഹിക്കാവുന്നതേ ഉള്ളൂ അല്ലേ. പ്രകൃതിപരമായിട്ട് എന്തായിരിക്കും കാരണങ്ങൾ? അത് റീജിയൻസ് ആണ് എക്സാമ്പിൾ പറയുന്നത്. റീജിയൻസ് എന്താണ്? പ്രകൃതിയായി ബന്ധപ്പെട്ടതാണ് പ്രദേശങ്ങൾ, ഭൂമിയിലുള്ള പ്രദേശങ്ങൾ. അപ്പോൾ അത് നാച്ചുറലായിട്ട് ബന്ധപ്പെട്ടതാണ്. എക്സാമ്പിൾ സൗത്ത് ആഫ്രിക്ക. സൗത്ത് ആഫ്രിക്കയിൽ എന്താണ് കൂടുതലായിട്ടുള്ളത്? ഡയമണ്ട് ആണ്. ഡയമണ്ട് നമുക്കറിയാം, വജ്രം, ഡയമണ്ട് ഒക്കെ നല്ല വിലമതിക്കുന്ന നല്ല വാല്യുബിൾ പ്രൈസസ്, ഇതാണ് മൂല്യമുള്ള രത്നങ്ങളാണ് എന്ത്? ഡയമണ്ടും ഇതൊക്കെ. അതേപോലെ സൗത്ത് ആഫ്രിക്ക ഹാസ് മൊണോപ്പൊളി ഓഫ് ഡയമണ്ട്സ് ആണ്. മൊണോപ്പൊളി എന്നാണ് പറയുന്നത്. സൗത്ത് ആഫ്രിക്ക ഹാസ് ദ മൊണോപ്പൊളി ഓഫ് ഡയമണ്ട്. ആ ഒരു എക്സാമ്പിൾ അതേപോലെ തന്നെ എക്സാമിന് എഴുതണം. ഓക്കെ, ഈ ഒരു കോസസ് ഓഫ് മൊണോപ്പൊളി ചോദിക്കുമ്പോൾ നിങ്ങൾ ഈ ഒരു മിസ്സിൻ്റെ ക്ലാസ് അറ്റൻഡ് ചെയ്യുന്ന ആൾക്കാർ ആരും എഴുതാതെ പോകരുത്. മൊണോപ്പൊളി എന്നുള്ള എസ്സേ വന്നാൽ നിങ്ങൾ എന്തായാലും കംപ്ലീറ്റ് ചെയ്യണം, ഫുൾ മാർക്ക് വാങ്ങണം. ഓക്കെ, അതിൽ ഫസ്റ്റ് നാച്ചുറലാണ്. ഈ ഒരു ക്ലാസ് ശ്രദ്ധിച്ചാൽ തന്നെ നിങ്ങൾക്ക് മനഃപ്പാഠത്തിലേക്ക് പോകണം, മനസ്സിലേക്ക് എത്തണം ഈ ഒരു ക്ലാസ്. അതേ മൊണോപ്പൊളി എക്സാമ്പിൾ കോസസ് വരുന്നത് 5 കോസസ് ആണ്. നാച്ചുറൽ, ടെക്നിക്കൽ, ലീഗൽ, ലാർജ് എമൗണ്ട് ഓഫ് ക്യാപിറ്റൽ ആൻഡ് സ്റ്റേറ്റ്. ദെൻ നാച്ചുറൽ കോസസ് ഓർമ്മ വേണം. സൗത്ത് ആഫ്രിക്കയാണല്ലോ, അവിടെ ഡയമണ്ട് ആണെന്ന് നമുക്ക് ഓർമ്മ വേണം. ഓക്കെ, ദ സൗത്ത് ആഫ്രിക്ക ഹാസ് ദ മൊണോപ്പൊളി ഓഫ് ഡയമണ്ട്സ്. നിക്കൽ ഇൻ ദ വേൾഡ് മോസ്റ്റ് അവൈലബിൾ ഇൻ കാനഡ. നിക്കൽ നമുക്കറിയാം, നിക്കൽ എന്ന് പറയുന്നത് ഇവിടെ മോസ്റ്റ് അവൈലബിൾ ഇൻ കാനഡ. അപ്പോൾ സൗത്ത് ആഫ്രിക്കയിൽ ഡയമണ്ട്, നിക്കൽ എവിടെയാണ്? കാനഡ. ആൻഡ് ഓയിൽ ദ മിഡിൽ ഈസ്റ്റ്. ദിസ് മൊണോപ്പൊളി കോസ് ബൈ നാച്ചുറൽ അവൈലബിലിറ്റി ഇൻ റിസോഴ്സസ്. ഇതാണ് എന്ത്? നാച്ചുറൽ അവൈലബിലിറ്റി ഇൻ റിസോഴ്സസ്. പ്രാദേശികപരമായിട്ട് ഭൂമി പ്രകൃതി സംബന്ധമായി നമുക്ക് കിട്ടുന്ന പ്രകൃതി വിഭവങ്ങൾ ഇത്രയും സ്ഥലത്തുണ്ട് എന്ന് മനസ്സിലാക്കുക. ഓക്കെ, നെക്സ്റ്റ് പോയിന്റ് ഈസ് ടെക്നിക്കൽ പോയിന്റ്. ടെക്നിക്കൽ പോയിന്റ് അല്ല, ടെക്നിക്കൽ കോഴ്സ്. എന്താണ് ടെക്നിക്കൽ കോഴ്സിൽ പറയുന്നത്? Monopoly power may be enjoy the technical reason. A firm may be have control over raw materials. അസംസ്കൃത വസ്തുക്കൾ, റോ മെറ്റീരിയൽസ് നമുക്കറിയാം. ഓക്കെ, മൊണോപ്പൊളി പവർ മേ ബി ടെക്നിക്കൽ ആണ് മിസ് ഇപ്പോൾ പറയുന്നത്. ടെക്നിക്കൽ എന്താണ്? ടെക്നിക്കൽ മൊണോപ്പൊളി പവർ മേ ബി എൻജോയ് ടു ബി ദ ടെക്നിക്കൽ റീസൺസ് അല്ലേ. സാങ്കേതികപരമായിട്ട് എന്ത് കാരണങ്ങളാണ് പറയുന്നത്? എ ഫേം മേ ഹാവ് കൺട്രോൾ ഓവർ ദ റോ മെറ്റീരിയൽസ്, ടെക്നിക്കൽ നോളജ് ആൻഡ് സ്പെഷ്യൽ know how, scientific secret and formula that enable to monopolists to produce a commodity. Okay, അതായത് പവർ, മൊണോപ്പൊളി പവർ മേ ബി എൻജോയ് ദ ഡ്യൂ ടു ടെക്നിക്കൽ റീസൺ. എ ഫേം മേ ഹാവ് കൺട്രോൾ ഓവർ ദ റോ മെറ്റീരിയൽസ് ആൻഡ് ടെക്നിക്കൽ നോളജ്. അതായത് ഒരു ഫേം ഉൽപ്പാദിപ്പിക്കുന്ന അസംസ്കൃത വസ്തുക്കളുടെ ടെക്നിക്കൽ നോളജ്
ഒരു ഫേം എന്താണോ അത്രയും വാല്യുബിൾ ആയിട്ടുള്ള എന്തെങ്കിലും ഒരു റിസോഴ്സസ് ഉണ്ടാക്കിയിട്ട് നമ്മളെ മാർക്കറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് അവർ പ്രൊഡ്യൂസ് ചെയ്യുന്ന ആ ഒരു പ്രൊഡക്റ്റ്, ആ ഒരു പ്രൊഡക്റ്റിൻ്റെ റോ മെറ്റീരിയൽസ് നിർമ്മിക്കാനുള്ള ബുദ്ധി, വൈഭവം, ടെക്നിക്കൽ ബുദ്ധി വേറെ തന്നെ ഒരു ബുദ്ധിയാണല്ലേ. ടെക്നിക്കൽ നോളജ് ഒരു വേറെ തന്നെ സാങ്കേതിക മൊബൈൽ നന്നാക്കുന്നതും ഇപ്പോൾ ക്ലാസ് എടുക്കുന്ന ടീച്ചിങ്ങും മൊബൈൽ നന്നാക്കുന്ന ആ ഒരു ടെക്നിക്കൽ നോളജും വ്യത്യാസമുണ്ട്. ടീച്ചിങ് എന്ന് പറയുന്നത് അതൊരു പ്രൊഫഷണലി ഇങ്ങനെ ടീച്ചിങ്, അത് നമുക്ക് നോളജ് പ്രകാരം അങ്ങ് പോകാവുന്നതേ ഉള്ളൂ. ടെക്നിക്കൽ നോളജ് എന്ന് പറയുന്നത് പ്രത്യേക ഒരു നോളജ് അല്ലേ, അത് അതിൻ്റെ സംഭവങ്ങൾ പല സ്ക്രൂ അങ്ങോട്ട് അയച്ച് മറ്റേത് ഇങ്ങോട്ടിട്ട് പല സംഭവങ്ങൾ ഒട്ടിച്ച്, അത് ടെക്നിക്കൽ നോളജാണ്. അപ്പോൾ ഒരു ഫേമിൽ ഒരു റിസോഴ്സ് നമ്മൾ ഉൽപ്പാദിപ്പിക്കും, അതിൻ്റെ ടെക്നിക്കൽ നോളജ് എന്ന് പറയുന്നത് വളരെ വലിയൊരു സംഭവമാണ്. അത് അവർക്ക് മാത്രം സ്വന്തമായിരിക്കും എന്നാണ് പറയുന്നത്. ഒരു മൊണോപ്പൊളിസ്റ്റിക് കോമ്പറ്റീഷനിൽ ടെക്നിക്കൽ നോളജ്, റോ മെറ്റീരിയൽസ് നിർമ്മിക്കുന്നത്, അതായത് മാർക്കറ്റിലേക്ക് നമ്മളൊരു കമ്മോഡിറ്റി മാർക്കറ്റിലേക്ക് വിൽക്കാൻ ഉദ്ദേശിക്കുന്ന ആ പ്രൊഡക്റ്റിൻ്റെ എന്താ പറയുന്നത് ടെക്നിക്കൽ നോളജ്. ഓക്കെ, ഒരു ഗ്രൂപ്പ് ഓഫ് പീപ്പിൾ ആയിരിക്കും. അത് ആരുടെ മാത്രം സ്വന്തമായിരിക്കും? ആ മൊണോപ്പൊളിസ്റ്റിക് കോമ്പറ്റീഷനിൽ വൺ ഇൻ്റലക്ച്വൽ, നേരത്തെ പറഞ്ഞ വൺ ഇൻഡിവിജ്വൽ ഓർ വൺ പ്രൊഡ്യൂസർ ഓർ വൺ സെല്ലർ. എക്കണോമിക്സിലെ പല സാമ്പത്തിക ശാസ്ത്രജ്ഞന്മാരും ഡിഫൈൻ ചെയ്തില്ല, മൊണോപ്പൊളി ഡിഫൈൻ ചെയ്ത് നമ്മൾ പഠിച്ചു. ആ ഡെഫിനീഷൻ നമ്മൾ പഠിച്ചു. ആ ഡെഫിനീഷനിൽ അധികം അവർ പറയുന്നത് വൺ സെല്ലറാണ് പറയുന്നത് അല്ലേ. ചിലതിൽ പറയുന്നുണ്ട് വൺ പ്രൊഡ്യൂസർ ആയിരിക്കും. ഒരു മൊണോപ്പൊളിസ് കോമ്പറ്റീഷനിൽ വൺ പ്രൊഡ്യൂസർ ആയിരിക്കും. അപ്പോൾ അദ്ദേഹത്തിൻ്റെ ഫേമിൽ അദ്ദേഹം ഉൽപ്പാദിപ്പിക്കുന്ന റോ മെറ്റീരിയൽസിൻ്റെ ടെക്നിക്കൽ നോളജും അല്ലാത്ത നോളജും ഇൻക്രീസും പ്രൈസും എല്ലാം. നെക്സ്റ്റ് സയൻറ്റിഫിക് സീക്രട്ടും ആൻഡ് ഫോർമുല. അതൊരു സയൻറ്റിഫിക് സീക്രട്ട് ഉണ്ടാവും, അതിനൊരു ഫോർമാറ്റൊക്കെ ഉണ്ടാവും അവർ നിർമ്മിക്കുന്നത്. അപ്പോൾ സയൻറ്റിഫിക് ആയിട്ടുള്ള സംഭവങ്ങൾ അല്ലേ, അതായത് സാധാ നോർമൽ ചെരുപ്പ് അങ്ങനെയൊന്നും അല്ലാതെ അതിനേക്കാളും വലിയ എന്തെങ്കിലും നല്ല ക്വാളിറ്റിയിലെ സയൻറ്റിഫിക്കലായിട്ടുള്ള എന്തെങ്കിലും സംഭവം. ഇപ്പോൾ എന്താ പറയുക, ഈ റോക്കറ്റ് വിക്ഷേപണത്തിനൊക്കെ പല ഇൻഗ്രീഡിയൻസും കുറച്ചൊരു ടെക്നിക്കൽ നോളജ് പ്രകാരമായിരിക്കും. റോക്കറ്റ് വിക്ഷേപണ കേന്ദ്രത്തിൽ അങ്ങനത്തെ ഇൻഗ്രീഡിയൻസ് ഒക്കെ ഉണ്ടാക്കുന്ന ഇതുണ്ടാവും, കമ്പനികളുണ്ടാവും, ഫേംസ് ഉണ്ടാവും. അപ്പോൾ അവരുടെയൊക്കെ ഭയങ്കര ഫോർമാറ്റൊക്കെ ആയിരിക്കും. അത് ആർക്ക് സ്വന്തമായിരിക്കും? ആ ഒരു മൊണോപ്പൊളിസ്റ്റിക് കണ്ടീഷനിൽ ആ ഒരു പ്രൊഡ്യൂസർക്ക് സ്വന്തമായിരിക്കും. അതായത് ടെക്നിക്കൽ നോളജും റോ മെറ്റീരിയൽസിൻ്റെ നോളജും ആൻഡ് ഹൗ ടു സയൻറ്റിഫിക് സീക്രട്ട്, ഒരു സീക്രട്ട് ഉണ്ടാവും, സയൻറ്റിഫിക് സീക്രട്ടും ആൻഡ് ഫോർമുലാസും ആൻഡ് എനേബിൾ ടു മൊണോപ്പൊളിസ് പ്രൊഡ്യൂസ് ഓഫ് കമ്മോഡിറ്റി അല്ലേ. അതായത് ആ കമ്മോഡിറ്റി പ്രൊഡ്യൂസ് ചെയ്യാൻ വേണ്ടിയിട്ടുണ്ടാവും എന്തൊക്കെ നോളജ് ഉണ്ടോ ആ ടെക്നിക്കൽ നോളജ് മാത്രമല്ല എല്ലാവിധ നോളജും, സെയിൽസ് എങ്ങനെ ചെയ്യണം, പ്രൈസ് എന്തായിരിക്കും എന്ന് തീരുമാനിക്കണം, അത് എവിടെ ഡിസ്ട്രിബ്യൂട്ട് ചെയ്യണം, അത് എങ്ങനെ ഡിസ്ട്രിബ്യൂട്ട് ചെയ്യണം, എത്രത്തോളം സപ്ലൈയിലേക്ക് കൊണ്ടുപോകണം, ഓരോ ഷോപ്പിൽ എത്രത്തോളം കൊണ്ടുപോകണം, എല്ലാം തീരുമാനിക്കുന്നത് വൺ പ്രൊഡ്യൂസർ മാത്രമായിരിക്കും. ഓക്കെ, നെക്സ്റ്റ് ലാർജ് എമൗണ്ട് ഓഫ് ക്യാപിറ്റൽ. ആ മൂലധനം കുറേ എമൗണ്ട് ഓഫ് ഇൻവെസ്റ്റ്മെൻറ്റ് അവരുടെ കയ്യിലുണ്ടാവും. അതിൻ്റെ ഓണർഷിപ്പ് ആർക്കായിരിക്കും? ഈ ഒരു വൺ പ്രൊഡ്യൂസറിന് മാത്രമായിരിക്കും. അതായത് മാനുഫാക്ചർ ഓഫ് സം ഗുഡ്സ് ആൻഡ് റിക്വേഴ്സ് ലാർജ് എമൗണ്ട് ഓഫ് ക്യാപിറ്റൽ ഇൻ ദെയർ ഫേം. അതായത് മാനുഫാക്ചർ ഓഫ് സം ഗുഡ്സ് ആൻഡ് റിക്വേഴ്സ്, അത് മാനുഫാക്ചർ ചെയ്യാന്ന് പറഞ്ഞാൽ എന്താ, അവർ നിർമ്മിക്കാൻ വിചാരിക്കുന്ന പ്രൊഡക്ട്സിൻ്റെ ആ ഫേമിലേക്കുള്ള മൂലധനം, ക്യാപിറ്റൽ ഇല്ലാതെ എന്തുണ്ടാകത്തില്ല, ഒരു ഫേം ഒരിക്കലും സ്റ്റാർട്ട് ചെയ്യത്തില്ല അല്ലേ. എന്ത് വേണം? ഇൻവെസ്റ്റ്മെൻറ്റ് അല്ലെങ്കിൽ ക്യാപിറ്റൽ വേണം. ക്യാപിറ്റൽ ഉണ്ടെങ്കിൽ മാത്രമേ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റുള്ളൂ, ഒരു ഇൻവെസ്റ്റ്മെൻറ്റ് ഉണ്ടെങ്കിൽ നമുക്കൊരു ഫേം തുടങ്ങാൻ പറ്റൂ. അങ്ങനെയാണെങ്കിൽ ആ ഒരു ഫേമിന് മാനുഫാക്ചർ ഓഫ് സം ഗുഡ്സ് റിക്വേഴ്സ് ദ എമൗണ്ട് ഓഫ് ക്യാപിറ്റൽ ഇൻ ഓൾ ഫേംസ് കനോട്ട് ബി എൻ്റർ ദ ഫീൽഡ് ഓഫ് ബിക്കോസ് കനോട്ട് ഇൻവെസ്റ്റ് ഓഫ് എ ലാർജ് എമൗണ്ട് ഓഫ് ക്യാപിറ്റൽ. അവർ എത്രത്തോളം ലാർജ് എമൗണ്ടിലെ ക്യാപിറ്റൽ ഇൻവെസ്റ്റ് ചെയ്യുന്നത് ആരായിരിക്കും? ആ ഒരു വൺ ഇൻഡിവിജ്വൽ ഓർ വൺ പ്രൊഡ്യൂസർ ആയിരിക്കും അല്ലേ. അത് നമ്മൾ പറഞ്ഞു സാമ്പത്തിക ശാസ്ത്രജ്ഞർ പലരും ഡെഫിനീഷനിൽ പറഞ്ഞത് വൺ സെല്ലർ എന്നാണ്. ഒരൊറ്റ ഡെഫിനീഷനേ ഉള്ളൂ, വൺ ഇൻഡിവിജ്വൽ ഓർ വൺ പ്രൊഡ്യൂസർ. ഓക്കെ, മിക്കവാറും നമുക്ക് മനസ്സിലാക്കേണ്ടത് വൺ പ്രൊഡ്യൂസർ ആയിരിക്കും. ഒരു മൊണോപ്പൊളിസ്റ്റിക് കോമ്പറ്റീഷനിൽ ആരായിരിക്കും? വൺ പ്രൊഡ്യൂസർ ആയിരിക്കും മിക്കവാറും ഉണ്ടാവും അല്ലേ. വൺ പ്രൊഡ്യൂസർ ആയിട്ടും ഉണ്ടാവുക. അതിന് എങ്ങനെ ആയിരിക്കും? ആ ഒരു എമൗണ്ട് ഓഫ് ക്യാപിറ്റൽ, ദ ഹെഡ് ഓഫ് ദ എമൗണ്ട് ഓഫ് എ ലാർജ് ക്യാപിറ്റൽ ആർക്കായിരിക്കും? ആ ഒരു പ്രൊഡ്യൂസറിനായിരിക്കും. ഓക്കെ, ഫീൽഡ് ബിക്കോസ് they cannot afford to invest such a large amount of capital. This may be give rise to monopoly. For example, iron and steel industry, railways അല്ലേ.
അയണോ സ്റ്റീൽ. ഇതിൽ എക്സാമ്പിൾ നേരത്തെ നമ്മൾ എക്സാമ്പിൾ എന്താ പറഞ്ഞത്, സൗത്ത് ആഫ്രിക്കയിൽ ഡയമണ്ട്സ്, സൗത്ത് ആഫ്രിക്ക ഹാസ് ദ എന്താ പറഞ്ഞത്, ഡയമണ്ട് ആണ് അവിടുത്തെ സൗത്ത് ആഫ്രിക്കയിൽ ടെക്നിക്കൽ നോളജിൻ്റെത്. സൗത്ത് ആഫ്രിക്ക ഹാസ് ദ മൊണോപ്പൊളി ഓഫ് ഡയമണ്ട്സ് എന്ന്. അത് നിങ്ങൾ അതേപോലെ തന്നെ ആൻസർ ചെയ്താൽ ശ്രദ്ധിക്കണം, നിങ്ങൾക്ക് മാർക്ക് സ്കോർ ചെയ്യാൻ സുഖമായിട്ട് സ്കോർ ചെയ്യാൻ പറ്റുന്ന ഒരു ഏരിയയാണ്. നെക്സ്റ്റ് വരുന്നത് ദ ടെക്നിക്കൽ നോളജ് അവർക്ക് ആർക്ക് മാത്രമായിരിക്കും, ആ ഒരു പ്രൊഡ്യൂസേഴ്സ് അല്ലെങ്കിൽ വൺ ഇൻഡിവിജ്വലിന് മാത്രമായിരിക്കും. ആ ഒരു കോമ്പറ്റീഷൻ പ്രോസസ്സാണ് എന്തത്, മൊണോപ്പൊളിസ്റ്റിക് കോമ്പറ്റീഷൻ. നമ്മൾ അതിൻ്റെ ക്യാരക്ടറിസ്റ്റിക്സ് ആണ് അല്ലെങ്കിൽ ഒരു കോഴ്സാണ് നമ്മൾ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. ഓക്കെ, നെക്സ്റ്റ് അതിൽ എക്സാമ്പിൾ പറയുന്നത് എന്താ പറയുന്നത്, സയൻറ്റിഫിക് സീക്രട്ട് ആൻഡ് ഫോർമുല ദാറ്റ് എനേബിൾ ടു മൊണോപ്പൊളിസ്റ്റിക് പ്രൊഡ്യൂസ് ആൻഡ് കമ്മോഡിറ്റി. അതിൻ്റെ സയൻറ്റിഫിക് സീക്രട്ടും ടെക്നോളജിക്കൽ സീക്രട്ടും, അതായത് ആ റോ മെറ്റീരിയൽസ് എന്തൊക്കെ ചെയ്യണം, എങ്ങനെ വിൽക്കണം, ഹൗ ടു പ്രൊഡ്യൂസ്, അതായത് പിന്നെ എത്ര എമൗണ്ടിന് വിൽക്കണം, എത്ര പ്രധാനം അവരുടെ കയ്യിൽ, അതെല്ലാം തീരുമാനിക്കുന്ന ആരായിരിക്കും, വൺ പ്രൊഡ്യൂസർ ഓർ വൺ ഇൻഡിവിജ്വൽ. ഓക്കെ, അത് മാത്രം നിങ്ങൾ മനസ്സിലാക്കുക. ഹീസ് എ കിങ് വിത്തൗട്ട് ക്രൗൺ. അദ്ദേഹം ആയിരിക്കും കിരീടമില്ലാത്ത രാജാവ്, അദ്ദേഹം തന്നെയാണ്. വേറൊരാൾക്ക് അവിടെ എന്തില്ല, എൻട്രി ഇല്ല നമ്മൾ പറഞ്ഞു. നെക്സ്റ്റ് ലാർജ് എമൗണ്ട് ഓഫ് ക്യാപിറ്റൽ. നമുക്കിത് നെക്സ്റ്റ് ദ ലാർജ് എമൗണ്ട് ഓഫ് ക്യാപിറ്റൽ എന്നുള്ള ഈ ഒരു പോയിന്റ് കണ്ടാൽ തന്നെ നമുക്ക് മനസ്സിലാവും ഇതും ആരായിരിക്കും കൺട്രോൾ ചെയ്യുന്നത്, ആ വൺ സെല്ലർ ഓർ വൺ ഇൻഡിവിജ്വൽ ഓർ വൺ പ്രൊഡ്യൂസർ. ഓക്കെ, അദ്ദേഹമായിരിക്കും ലാർജ് എമൗണ്ട് ഓഫ് ക്യാപിറ്റൽ ലീഡ് ചെയ്യുന്നതും, അദ്ദേഹമായിരിക്കും അതിനെ കൺട്രോൾ ചെയ്യുന്നത്. അതിൽ എക്സാമ്പിൾ ഇതിൽ പറയുന്നത്, എ ഫേം കനോട്ട് ബി എൻറ്റർ ദ ഫീൽഡ് ഓഫ് ബിക്കോസ് ദേ കനോട്ട് invest such large amount of capital, it may be monopoly. For example, iron and steel industry, iron steel railway industries. Okay, അതായത് ലാർജ് എമൗണ്ട് ഓഫ് ക്യാപിറ്റൽ എന്നതിന് എക്സാമ്പിൾ വരുന്നത് റെയിൽവേ അയൺ ആൻഡ് സ്റ്റീൽ ഇൻഡസ്ട്രി. നിങ്ങൾ മറന്നു എക്സാമ്പിൾ നിങ്ങൾ എന്തായാലും ചെയ്യാൻ മറക്കരുത്, കാരണം ഓരോ പോയിന്റ് നിങ്ങൾ എഴുതുമ്പോൾ അതിന് വിത്ത് എക്സാമ്പിളാണ്. നേരത്തെ സൗത്ത് ആഫ്രിക്ക നമ്മൾ പറഞ്ഞു, കാനഡ പറഞ്ഞു അല്ലേ, കാനഡ സൗത്ത് ആഫ്രിക്ക പറഞ്ഞു. ഇപ്പോൾ നമ്മൾ പറയുന്നത് എന്താ, ഇപ്പോൾ എക്സാമ്പിൾ പറഞ്ഞത് അയൺ ഇൻഡസ്ട്രി, സ്റ്റീൽ ഇൻഡസ്ട്രി ആൻഡ് റെയിൽവേ ഇൻഡസ്ട്രി. അതിന് എക്സാമ്പിൾ ലാർജ് എമൗണ്ട് ഓഫ് ക്യാപിറ്റലിൻ്റെ എക്സാമ്പിളാണ്, മറന്നു പോകരുത്. ഓക്കെ, നെക്സ്റ്റ് പോയിന്റ് ഇസ് ലീഗൽ. ഓക്കെ, എന്താണ് ലീഗൽ നമ്മൾ ഉദ്ദേശിക്കുന്നത്, മൊണോപ്പൊളി പവർ ഇസ് അച്ചീവ്ഡ് ത്രൂ ദ പേഷ്യൻ്റ് ഓഫ് റൈറ്റ്സ് ആൻഡ് കോപ്പി റൈറ്റ്സ് ട്രേഡ് മാർക്കറ്റ് ബി പ്രൊഡ്യൂസേഴ്സ്, ദിസ് കോൾഡ് ലീഗൽ മൊണോപ്പൊളി. അത് മിസ് വായിച്ചത് ആകെ 2 സെൻറ്റൻസുകൾ സുഖമായിട്ട് നിങ്ങൾക്ക് പഠിച്ചെഴുതാവുന്നതുള്ളൂ. മൊണോപ്പൊളി പവർ ഇസ് അച്ചീവ്ഡ് ത്രൂ ദ പേറ്റന്റ് റൈറ്റ്സ് ആൻഡ് കോപ്പി റൈറ്റ്സ് ആൻഡ് ട്രേഡ് മാർക്കറ്റ്സ് ഓഫ് ദ പ്രൊഡ്യൂസേഴ്സ്, ദിസ് കോൾഡ് ലീഗൽ മൊണോപ്പൊളി. അതായത് ലീഗലി അദ്ദേഹമായിരിക്കും അതിൻ്റെ കൺട്രോൾ ചെയ്യുന്നത്, പേപ്പേഴ്സും അതിൻ്റെ ഹെഡും അദ്ദേഹമായിരിക്കും, എല്ലാം കൺട്രോൾ ചെയ്യുന്ന പേപ്പർ വർക്ക്സിൻ്റെ ഒക്കെ ഹെഡായിരിക്കും. ലീഗലി അതായത് റിക്കാർഡിക്കലി. ഓക്കെ, ഗവൺമെൻറ് എന്ത് സെർച്ചിങ്ങോ ഇൻസ്പെക്ഷനോ ഒക്കെ വന്നാലും റിക്കാർഡിക്കലി ഒരേ ഒരു പ്രൊഡ്യൂസർ അല്ലെങ്കിൽ ഒരേ ഒരു ഇൻഡിവിജ്വൽ തന്നെ ആയിരിക്കും അതിൻ്റെ ഹെഡ്. ഓക്കെ, വേറൊരാൾക്ക് അവിടെ എൻട്രി ഇല്ല. നെക്സ്റ്റ് സ്റ്റേറ്റ് ആണ്. ഗവൺമെൻറ് വിൽ ഹാവ് ദ സെയിൽ റൈറ്റ് ഓഫ് പ്രൊഡ്യൂസിങ് ദ സെല്ലിംഗ് ആൻഡ് സം ഗുഡ്സ്, ദർ ആർ സ്റ്റേറ്റ് മൊണോപ്പൊളീസ്. ഓക്കെ, അത് സ്റ്റേറ്റിൻ്റെ കീഴിൽ വരികയാണെങ്കിൽ അതിനെന്തെന്ന് പറയുന്നു, സ്റ്റേറ്റ് മൊണോപ്പൊളീസ് എന്ന് പറയുന്നു. ഓക്കെ, ഫോർ എക്സാമ്പിൾ ഇൻ ഇന്ത്യ വി ഹാവ് എ പബ്ലിക് utilities like electricity, railways, water supply. These public utilities are generally run by the state. Okay, നമ്മുടെ സ്റ്റേറ്റ് ഗവൺമെൻറ്റിൻ്റെ കീഴിലുള്ള കുറച്ച് കാര്യങ്ങളാണ് റെയിൽവേ. കേന്ദ്ര ഗവൺമെൻറ് ഉദ്ദേശിക്കുന്നത്, കേന്ദ്ര ഗവൺമെൻറ് ഇന്ത്യ ഗവൺമെൻറ്റിൻ്റെ കീഴിലാണ് റെയിൽവേസ്. കേന്ദ്ര ഗവൺമെൻറ്റാണ് റെയിൽവേസിന് ഉദ്യോഗസ്ഥരെ നോക്കുന്നതും സാലറി കൊടുക്കുന്നതും ട്രെയിനിൻ്റെ കാര്യങ്ങൾ തീരുമാനിക്കുന്ന റെയിൽവേ ആണ്. വാട്ടർ സപ്ലൈ, നമുക്ക് ഗവൺമെൻറ് കീഴിൽ എത്രയോ വാട്ടർ സപ്ലൈ സംഭവങ്ങൾ നമുക്കറിയാം. വാട്ടർ അതോറിറ്റി എന്നൊക്കെ നമ്മൾ പറയും അല്ലേ, വാട്ടർ അതോറിറ്റി ഗവൺമെൻറ്റിലേക്ക് അല്ല, വാട്ടർ അതോറിറ്റി ഉദ്യോഗസ്ഥന്മാർ നോക്കുന്നതും അതിൻ്റെ എല്ലാ കാര്യങ്ങളും ഗവൺമെൻറ് നേരിട്ടാണ്. ദീസ് പബ്ലിക് യൂട്ടിലിറ്റീസ് ആർ ജനറലി റൺ ബൈ സ്റ്റേറ്റ്. അപ്പോൾ ഇതൊക്കെ എന്താ ചെയ്യുന്നത്, ഗവൺമെൻറ്റാണ് റൂൾ ചെയ്യുന്നത്, കൺട്രോൾ ചെയ്യുന്നത് ഗവൺമെൻറ്റാണ്. ഇതാണ് സ്റ്റേറ്റ് ഗവൺമെൻറ്റിൻ്റെ എക്സാമ്പിളായിട്ട് നമ്മളിതിൽ പറയുന്നത്. ഓക്കെ, നെക്സ്റ്റ് ഡിമാൻഡ് ആൻഡ് റവന്യൂ കേവ് അണ്ടർ മൊണോപ്പൊളി. മൊണോപ്പൊളിസ്റ്റിക് കോമ്പറ്റീഷനിൽ ഡിമാൻഡ് കേവ് എങ്ങനെയായിരിക്കും, സപ്ലൈ കേവ് എങ്ങനെയായിരിക്കും എന്നാണ് നെക്സ്റ്റ് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്ന ഭാഗം. ഓക്കെ.